ഇന്നേ ഒരു കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വേരോടുകൂടി എനിക്കിത് കിട്ടിയതാണ്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഞാനിതിന് മുന്നേ പോയപ്പോഴും പറഞ്ഞു എനിക്കൊരു തൈ തരണം എന്ന് പറഞ്ഞു. നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട്. ഇത് മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് ഒരു വേര് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നു. അപ്പം ഞാൻ അതിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെടിച്ചട്ടിയിലല്ല, ഞാൻ സാധാരണ മണ്ണിൽ, അവിടെ ഈ മണ്ണിലാണ് കുഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് ടയറൊക്കെ വെച്ച് കെട്ടിയിട്ട് അതൊക്കെ കുറച്ചുകൂടെ വളർന്നതിന് ശേഷം അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതൊന്ന് വളർന്ന് കിട്ടുന്നതിന് വേണ്ടി, പൊടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു ഒരു താങ്ങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം, ഇല്ലെങ്കിൽ ഒരു പൈപ്പ് കുഴിച്ചിട്ടിട്ട് ആ പൈപ്പിൽ കെട്ടി വെച്ചാലും മതി. അവിടെ അങ്ങനെയാണ് കെട്ടി വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈപ്പ് ഇല്ലാത്തത് കാരണം ഞാൻ വേറൊരു തടി എടുത്തിട്ട് അതിലൊന്ന് വച്ച് ഒരു താങ്ങ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന് എപ്പോഴും ഒരു താങ്ങ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പടർന്ന് അത് മുകളിലോട്ട് കയറിയെങ്കിൽ മാത്രമേ അത് കായ്ക്കത്തുള്ളൂ. ഇത് അവർക്ക് ഒരു 9-10 മാസമൊക്കെ ആയപ്പോൾ കാച്ചു എന്നാണ് പറഞ്ഞത്. ഡ്രാഗൺ ഫ്രൂട്ടിന് ഇച്ചിരി കാലതാമസമുണ്ട്. 2-3 മാസം കൊണ്ടൊന്നും ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ച് കിട്ടത്തില്ല, താമസമുണ്ട്. നല്ലവണ്ണം പടർന്ന് കിട്ടണം. ഞാൻ അതൊക്കെ നടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്നൊരു സാധനം വാങ്ങി കേട്ടോ. 200 രൂപയേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. ഈ മണ്ണ് മാന്തി പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കറ്റാർ വാഴ ഞാൻ ഒരു തൈ കൊണ്ടുവന്ന് നട്ടതാണ്. പക്ഷേ നല്ല നിറച്ചതാണ്. കുഞ്ഞു കുഞ്ഞു തൈകൾ ഇഷ്ടം പോലെ അതിൽ വന്നിട്ടുണ്ട്. ഇതാണ്ടോ അടുത്തടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു തൈയാണ് ഞാൻ കൊണ്ടുവന്നിട്ടത്. ഇതിൻ്റെ ഇലയാണെങ്കിൽ നല്ല ദശയുള്ള, അതായത് അകത്ത് നല്ല ജെല്ലുള്ള ഇത് കറ്റാർ വാഴയാണ് കേട്ടോ. ഇത് നമുക്കറിയാമല്ലോ, ജെല്ലൊക്കെ വാങ്ങുന്നതിന് ഭയങ്കര വിലയാണ്. അത് ഒറിജിനലൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് നല്ല ഒറിജിനൽ ജെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നട്ട് വളർത്തിയാൽ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, നല്ല ജെല്ലുള്ളതാണ്, നല്ല കട്ടിയുള്ള ഇലയാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഒന്ന് നമ്മുടെ വീട്ടിലൊന്ന് നട്ട് വളർത്തുവാണെങ്കിൽ നമുക്ക് കാശ് ഒരുപാടൊന്നും കൊടുത്ത് ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് തന്നെ നമ്മുടെ മണ്ണിൽ തന്നെ നട്ട് വളർത്താവുന്നുള്ളതേ ഉള്ളൂ. അതാണ്ടോ കുഞ്ഞു കുഞ്ഞു തൈകൾ എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ട് തൈ കൊടുക്കണേ. നല്ല കട്ടിയുള്ള ഇലയാണ്. ഇതാ കണ്ടോ, അതിനകത്ത് നിറച്ച് ഫുൾ ജെല്ലാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം ഞാൻ 2 പേർക്ക് കൊടുക്കാൻ നേറ്റിട്ടുണ്ട് കുറച്ചുകൂടെ വളർന്നതിന് ശേഷം. അപ്പം ഞാനിതിപ്പം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കൃഷി ചെയ്തെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ജെല്ലായാലും ഈ കറ്റാർ വാഴയുടെ ജെല്ലായാലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടായാലും ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അല്പം കഷ്ടപ്പെടണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ബൈ.